أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ സന്തോഷദായകമായ മറ്റൊന്നില്ല. പ്രവാചകന്റെ ജന്മമാണ്, പ്രവാചകന്റെ ആഗമനമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷവും ഒരു വിശ്വാസിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും. ഇങ്ങനെ ഒരു പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരു സമുദായവും കടന്നുപോയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് അല്ലാഹു വിവരം നൽകാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നുപോയിട്ടേയില്ല. മാത്രമല്ല, കാലേ കടന്നുപോയ പ്രവാചകന്മാരോട് മുഴുവനും അല്ലാഹു ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടാണ് അവർക്ക് പ്രവാചകത്വം നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, എല്ലാ പ്രവാചകന്മാരോടും കാലേ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരോടും ചെയ്ത ഉടമ്പടി ശ്രദ്ധേയമാണ്. എന്താണ് ഉടമ്പടി? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മാ, നിങ്ങൾക്ക് കിതാബ് തന്ന് നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജ്ഞാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധന ദൗത്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകവേ, ثم جاءكم رسول مصدق لما معكم, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ കടന്നു വന്നാൽ നിങ്ങളുടെ പ്രബോധന കാലയളവിലാണ് മുഹമ്മദ് മുസ്തഫാന്റെ ആഗമനമെങ്കിൽ, അന്ത്യപ്രവാചകന്റെ ആഗമനം നിങ്ങളുടെ പ്രബോധന കാലയളവിലാണെങ്കിൽ, ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. വലതൻസുറുന്നഹു, ആ പ്രവാചകന്റെ സഹായികളായി
ആ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇങ്ങനെ ഒരു ഉടമ്പടി നടത്താതെ ഒരു പ്രവാചകനും അല്ലാഹു പ്രവാചകത്വം നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല, ഈ പ്രവാചകന്റെ സവിശേഷതകളെ, ഈ പ്രവാചകന്റെ മഹത്വങ്ങളെ അല്ലാഹു തആല കാലേ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും ആഗ്രഹിക്കുകയാണ്, ഈ പ്രവാചകൻ എൻ്റെ സന്താന പരമ്പരയിൽ ഉണ്ടാവണേ, ഈ പ്രവാചകന്റെ ആഗമനം എൻ്റെ സന്താന പരമ്പരയിലൂടെ ആകണേ എന്ന് കൊതിക്കാത്ത ഒരു പ്രവാചകനുമില്ല. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ശരീഫിന്റെ പുനരുദ്ധാരണം നടത്താൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് നിർദ്ദേശിക്കുന്നു. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈൽ, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും നമ്മൾ ഉടമ്പടി ചെയ്തു. അൻതുഖിറാ ബൈതിയ ലിത്വാഇഫീന വൽ അകിഫീന വറുക്കഇസ് സുജൂദ്. ശൈഖുൽ അംബിയാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയത്തിൽ ഭൂമിയിലേക്ക് താഴ്ന്നുപോയ മണ്ണിനടിയിൽപ്പെട്ടുപോയ പരിശുദ്ധമായ കഅബ ശരീഫ് പുനരുദ്ധാരണം നടത്തണമെന്നാണ് ഉടമ്പടി. സുജൂദ് ചെയ്യുന്നവർക്ക്, റുക്കൂ ചെയ്യുന്നവർക്ക്, ഭജനമിരിക്കുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി ആ ഉടമ്പടി വളരെ മനോഹരമായി രണ്ടുപേരും കൂടി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കവേ ഇതൊരു നല്ല അവസരമാണെന്ന് മനസ്സിലാക്കിയവർ അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. കഅബ ശരീഫിന്റെ പുനരുദ്ധാരണം നടത്തവേ രണ്ടുപേരും അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ, ഞങ്ങൾക്കുള്ള രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, അതുകൊണ്ട് ഇത് നീ സ്വീകരിക്കണമേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പിന്നെയും പറയുന്നു, റബ്ബന, ഞങ്ങൾക്കുള്ള രക്ഷിതാവേ, വജ്അൽനാ മുസ്ലിമീന ലക, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമീങ്ങളാക്കണേ, നിനക്ക് വഴിപ്പെടുന്നവരാക്കണേ. വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിനക്ക് വഴിപ്പെടുന്ന ഒരു സമൂഹത്തെ നീ ഉണ്ടാക്കിയെടുക്കണമേ. വഅരിനാ മനാസികനാ, ആരാധനാ കർമ്മങ്ങളുടെ രീതിയും രൂപവും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. വതുബ് അലൈനാ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും നീ കാരുണ്യമുള്ളവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നു, റബ്ബനാ, ഞങ്ങൾക്കുള്ള രക്ഷിതാവേ, വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നീ ആ പ്രവാചകനെ കൊണ്ടുവരണമേ. യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ആ സമൂഹത്തിന് ആ പ്രവാചകൻ ഓതിക്കൊടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും തത്വജ്ഞാനങ്ങളും അവർക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കും. വയുസക്കീഹിം, അവരെ സംശുദ്ധരാക്കും. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ തത്വജ്ഞാനിയും പ്രതാപശാലിയുമാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ, അങ്ങനെയുള്ള ഒരു പ്രവാചകനെ എൻ്റെ സന്താന പരമ്പരയിൽ നീ കൊണ്ടുവരണേ അല്ലാഹ്.
എന്ന് മഹാനായിരിക്കുന്ന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം ദുആ ചെയ്യുകയാണ് അലൈഹിസ്സലാം. അള്ളാഹു സ്വീകരിക്കുന്നു ആ പ്രാർത്ഥന. ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിൽ ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മായിലി പരമ്പരയിലൂടെയാണ് പുണ്യപ്രവാചകന്റെ ആഗമനം. ഇസ്മായിൽ നബിയുടെ മകൻ അദ്നാനാണ്, അവരുടെ മകൻ മഅദാണ്, അവരുടെ മകൻ നിസാറാണ്, അവരുടെ മകൻ മുളറാണ്, അവരുടെ മകൻ ഇല്യാസാണ്, അവരുടെ മകൻ മുദിരിക്കാണ്, അവരുടെ മകൻ ഹുസൈമയാണ്, അവരുടെ മകൻ കിനാനയാണ്, അവരുടെ മകൻ നെദറാണ്, അവരുടെ മകൻ ഖുറൈശാണ്, അവരുടെ മകൻ ഫിഹറാണ്, അവരുടെ മകൻ ഗാലിബാണ്, അവരുടെ മകൻ ലുഅയ്യാണ്, അവരുടെ മകൻ കഅബാണ്, അവരുടെ മകൻ മുറത്താണ്, അവരുടെ മകൻ കിലാബാണ്, അവരുടെ മകൻ ഖുസയ്യാണ്, അവരുടെ മകൻ അബ്ദു മനാഫാണ്, അവരുടെ മകൻ ഹാഷിമാണ്, അവരുടെ മകൻ അബ്ദുൽ മുത്തലിബാണ്, അവരുടെ മകൻ അബ്ദുള്ളയാണ്, അവരുടെ മകനാണ് ലോകനായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയുടെ 23ാമത്തെ മകനായി ജനിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു പുണ്യ റബീഇന്റെ 12 തിങ്കളിന്റെ ദിവസത്തിൽ ലോകനായകൻ മക്ക മുക്കറമയിലേക്ക് നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി, നിരവധി അത്ഭുതങ്ങൾക്ക് ലോകത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പുണ്യഭൂമാൻ ജനിച്ചു വീഴുകയാണ്. പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കണ്ടോ നിങ്ങൾ? ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശ്വാസികൾക്ക്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവരിലേക്ക് അയക്കുക വഴി. എന്താണ് ആ പ്രവാചകന്റെ ദൗത്യം? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആ പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുക്കും. വയുസക്കീഹിം, അവരെ സംശുദ്ധരാക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ പ്രവാചകൻ അവർക്ക് തത്വജ്ഞാനങ്ങളും കിതാബും പഠിപ്പിച്ചു കൊടുക്കും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് എത്ര പിഴച്ചവരാണെങ്കിലും എത്ര വഴികേടിലായിരുന്നവരാണെങ്കിലും ആ പ്രവാചകനിലൂടെ അവർ സംശുദ്ധരായി മാറുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പിന്നെയോ ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മനുഷ്യർക്കെന്നല്ല, ജിന്നുകൾക്കെന്നല്ല, ജീവജാലങ്ങൾക്കെന്നല്ല, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് അന്ത്യപ്രവാചകന്റെ നിയോഗമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശ്വാസി സന്തോഷിക്കണം. അല്ലാഹു പറയുന്നു, ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്, ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ പറയണം. ഫബിദാലിക ഫല്യഫറഹൂ, അതുകൊണ്ടവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കാരണക്കാരൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നമുക്ക് വഴികാട്ടി, നമ്മുടെ ഏറ്റവും വലിയ മാർഗദർശകൻ, ശിർക്കിന്റെ എല്ലാ വഴികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹം
കണ്ണിൽ കണ്ടതിൻ്റെ മുമ്പിൽ മുഴുവനും സുജൂദ് ചെയ്തിരുന്ന, സട്ടാംഗം നമിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് ഏറ്റവും വലിയ സംസ്കാര സമ്പന്നരാക്കി പുണ്യപൂമാൻ മാറ്റിയെടുത്തത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈ ദീപശിഖ നമ്മളിലേക്ക് എത്തിക്കാൻ അവിടുന്നാണ് കഷ്ടപ്പെട്ടത്. അള്ളാഹുവിന്റെ ഹബീബാണ് അതിനു വേണ്ടി പട്ടിണി കിടന്നത്, അതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത്, അതിനു വേണ്ടി നാട് വിടേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെ സന്തോഷിക്കാതിരിക്കും? എങ്ങനെ സന്തോഷിക്കണമെന്ന് ചോദിച്ചാൽ എങ്ങനെയും സന്തോഷിക്കാം. അള്ളാഹുവിന്റെ ദീൻ അനുശാസിക്കുന്ന, ദീൻ വിരോധിച്ചിട്ടില്ലാത്ത ഏത് വിധേനയും പുണ്യപൂമാന്റെ ജന്മദിനത്തിൽ, ജന്മമാസത്തിൽ നമുക്ക് സന്തോഷ പ്രകടനം നടത്താം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം എന്നത് ഇബാദത്താണ്. ദിക്റുൽ അംബിയാഇ ഇബാദ, പ്രവാചകന്മാരെ കുറിച്ച് പറയുക എന്നത് തന്നെ ആരാധനാ കർമ്മമാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പുണ്യനബിയുടെ ജന്മമാസമായിരിക്കുന്ന റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള സംഭാഷണങ്ങളാണ്, അവിടത്തെ കുറിച്ചുള്ള വായനകളാണ്, അവിടത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളാണ്, അവിടത്തെ കുറിച്ചുള്ള സംസാരങ്ങളാണ് നമ്മുടെ വീടുകളിൽ നടക്കേണ്ടത്. അവിടത്തെ കുറിച്ചുള്ള സംസാരമാണ് അവിടുത്തെ മൗലിദ് എന്നുള്ളത്. മങ്കൂസ് മൗലിദ് നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുണ്ടല്ലോ. അതിൽ മുഴുവനുള്ളത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വങ്ങളാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന, പറഞ്ഞാൽ തീരാത്ത പുണ്യപൂമാന്റെ മഹത്വങ്ങളാണ് ഇതിൽ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബൈനനാ, അങ്ങ് ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു നബിയേ. അൻത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ, നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പൂർണ്ണ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ. ബൽ വശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, അത് ഒരു ഉപമയാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠനാണങ്ങ് നബിയേ. ഇതാണ് മങ്കൂസ് മൗലിദിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മാസം മുഴുവനും നമ്മുടെ വീടുകളിൽ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യണം. അതല്ലെങ്കിൽ മുത്ത് നബിയുടെ മറ്റു മൗലിദുകൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം. പുണ്യനബിയെ കുറിച്ചുള്ള സംസാരങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കണം. ഹബീബായ നബിയുടെ പേരിൽ ഒരുപാട് സലാത്ത് ചൊല്ലണം. ധാരാളം സലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബിനോട് നമുക്ക് അടുപ്പമുണ്ടാക്കാൻ കഴിയണം. അതിലൂടെ പുണ്യനബിയുടെ ഷഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിലൊരിടം കിട്ടാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു രണ്ടു ലോകത്തും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.